സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന മാർജിയ മേരി മഗ്ദലനെ പഠിപ്പിക്കുന്നു. ഗലീലിയ തടാകത്തിനു മുകളിൽ ആകാശം വീണ്ടും തെളിയുന്നു. അന്തരീക്ഷത്തിലെ പൊടിയെല്ലാം നീങ്ങി, എല്ലാം കൊടുങ്കാറ്റിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മനോഹരം. ആകാശം കൂടുതൽ ഉയർന്നതും സാന്ദ്രത കുറഞ്ഞതുമായി കാണപ്പെടുന്നു. സ്വർഗത്തിനും ഭൂമിക്കുമിടയ്ക്കുള്ള അതിനേർമയായ ഒരു വിരിപ്പ് പോലെ ആകാശം കാണപ്പെടുന്നു. അതിൻ്റെ മനോഹരമായ നീലിമ തടാകത്തിൽ പ്രതിബിംബിക്കുന്നുണ്ട്. ജലപരപ്പ് വൈഡൂര്യം പോലെ ശോഭിക്കുന്നു. പ്രഭാതം വിടരുന്നതേയുള്ളൂ. ഈശോയും അമ്മയും മാർത്തായും മേരിയും കൂടെ പത്രോസിൻ്റെ വള്ളത്തിൽ കയറി. പത്രോസും ആൻഡ്രൂവും തീഷ്ണൻ ഫിലിപ്പ് ബെർത്തലോമിയോ എന്നിവരും കൂടെയുണ്ട്. മാത്യു, തോമസ്, ഈശോയുടെ സഹോദരന്മാർ കറിയോത്തുകാരൻ എന്നിവർ ജെയിംസിൻ്റെയും ജോണിൻ്റെയും കൂടെ വേറൊരു വള്ളത്തിൽ കയറി. അവർ ബെത്സദയിലേക്ക് പോകുകയാണ്. കാറ്റ് അനുകൂലം. യാത്ര ഏതാനും മിനിറ്റുകൾ മാത്രമേ നീളുന്നുള്ളൂ. കരക്കടക്കാറായപ്പോൾ ഈശോ ബെർത്തലോമിയോടും അയാളുടെ പിരിയാത്ത കൂട്ടുകാരൻ ഫിലിപ്പിനോടും പറയുന്നു, നിങ്ങൾ പോയി നിങ്ങളുടെ സ്ത്രീകളെ അറിയിക്കുക, ഇന്ന് ഞാൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നുണ്ട്. അർത്ഥവത്തായി അവരെ സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നു. ഗുരുവേ, ഞങ്ങൾ പോകുകയാണ്. ഇന്ന് അവിടുന്ന് ഞങ്ങളുടെ അതിഥിയായി ഞങ്ങളെ സന്തോഷിപ്പിക്കുകയില്ലേ? ഇന്ന് സന്ധ്യ വരെ മാത്രമേ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. മാർജിയാമിൻ്റെ കൂടെയായിരിക്കുന്നതിൻ്റെ സന്തോഷം പത്രോസിന് നമ്മൾ നഷ്ടമാക്കരുതല്ലോ. വള്ളം കരക്കുറച്ചു. അവർ കരക്കിറങ്ങി. ഫിലിപ്പും ബെർത്തലോമിയോയും കൂടെ ഗ്രാമത്തിലേക്ക് നടന്നു. അവർ എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം കരക്കിറങ്ങി തൻ്റെ പാർശ്വത്തിൽ നിൽക്കുന്ന ഈശോയോട് പത്രോസ് ചോദിക്കുന്നു. അവരുടെ സ്ത്രീകളെ അറിയിക്കാൻ പോകുകയാണ്. എങ്കിൽ ഞാൻ പോയി പൊർഫിറിയായോടും പറയാം. അതാവശ്യമില്ല. അവൾ വളരെ കരുണയുള്ളവളാണ്. അതുകൊണ്ട് അവളെ ഒരുക്കേണ്ട ആവശ്യമില്ല. അവളുടെ ഹൃദയത്തിൽ കരുണ മാത്രമേ ഉള്ളൂ. ഭാര്യയെക്കുറിച്ചുള്ള പ്രശംസ കേട്ടപ്പോൾ പത്രോസിൻ്റെ മുഖം സ്നേഹം കൊണ്ട് പ്രകാശിച്ചു. ഒന്നും പറയുന്നില്ല. കരയിലേക്കിറങ്ങാൻ പാലം പോലെ വെച്ച് കെട്ടുന്ന ഒരു പലകയിൽ ചവിട്ടി സ്ത്രീകളും കരക്കിറങ്ങി. അവർ സൈമണിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ബെത്സൈദ കുന്നിൻ ചെരുവുകളിൽ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന മാർജിയാം അവരെ കണ്ട് സന്തോഷത്താൽ കൂവിക്കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ഒറ്റയോട്ടം. അവനെ ചുംബിക്കാൻ കുനിഞ്ഞ ഈശോയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. പിന്നെ അവൻ പത്രോസിൻ്റെ പക്കലേക്ക് പോകുന്നു. മാവ് കുഴച്ചുകൊണ്ടിരുന്ന പൊർഫീറിയ മാവ് പറ്റിയിരിക്കുന്ന കൈകളുമായി തന്നെ വേഗം വന്ന് കുനിഞ്ഞ് അവരെ അഭിവാദനം ചെയ്യുന്നു. പൊർഫീറിയ, നിനക്ക് സമാധാനം. ഇത്ര വേഗം ഞങ്ങൾ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? എൻ്റെ അമ്മയെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 2 ശിഷ്യകളും എൻ്റെ സമാധാനവും കൂടെയുണ്ട്. ബാലനെ കാണാൻ അമ്മയും ആഗ്രഹിച്ചു. അതാ അവളുടെ കരങ്ങളിലുണ്ടവൻ. എൻ്റെ ശിഷ്യകളും നിന്നെ കാണാൻ ആഗ്രഹിച്ചു. ഇത് സൈമണിൻ്റെ ഭാര്യയാണ്, നല്ലവൾ, അനുസരണയുള്ളവൾ, മറ്റു പലരേക്കാൾ പ്രവർത്തന നിരതയായ, എന്നാൽ അനുസരണയിലൂടെയാണവൾ പ്രവർത്തിക്കുന്നത്. ഇവർ ബെഥനിയിലെ മാർത്തയും മേരിയുമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ. ഗുരുവേ, നീ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നവർ എൻ്റെ ജീവരക്തത്തെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. വരൂ. നീ ഇവിടെ കാലുകുത്തുന്ന ഓരോ പ്രാവശ്യവും എൻ്റെ വീട് കൂടുതൽ കൂടുതൽ മനോഹരമായി തീരുന്നു. മേരി പുഞ്ചിരിയോടെ പൊർഫീറിയായുടെ അടുത്തേക്ക് വന്ന് അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുന്നു, നീ യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരമ്മയാണെന്ന് ഞാൻ കാണുന്നുണ്ട്. കുട്ടി നന്നായിട്ടുണ്ട്. അവൻ സന്തോഷവാനുമാണ്. നിനക്ക് നന്ദി. ഓ, എല്ലാ സ്ത്രീകൾക്കും ഉപരിയായി അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയെ, അങ്ങ് നിമിത്തമാണ് അമ്മയെന്ന് വിളിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതെന്ന് എനിക്കറിയാം. ആ നന്മക്ക് അനുസൃതമായി ജീവിക്കാൻ ഞാൻ ശ്രമിക്കും. മറിച്ച് ചെയ്ത് നിന്നെ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. അകത്തേക്ക് സഹോദരിമാരെയും കൂട്ടി വരൂ. മാർജിയാം മഗ്ദലനയെ വളരെ കൗതുകത്തോടെ നോക്കുന്നു. അവൻ്റെ മനസ്സിൽ കൂടെ അനേകം ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാകും. അവസാനം അവൻ പറയുന്നു, എന്നാൽ നീ ബെഥനിയിലില്ലായിരുന്നു.
ശരിയാണ്, ഞാൻ ഇല്ലായിരുന്നു, എന്നാൽ ഇനിയും ഞാൻ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ലജ്ജയോടും ഒരു നേരിയ പുഞ്ചിരിയോടും കൂടിയാണ് മഗ്ദലന ഇത് പറയുന്നത്. അവൾ അവനെ തലോടിക്കൊണ്ട് ചോദിക്കുന്നു, നമ്മൾ ഇപ്പോൾ മാത്രമാണ് തമ്മിൽ കാണുന്നതെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്, കാരണം നീ നല്ലവളാണ്. നീ കരഞ്ഞു ഇല്ലേ? കരഞ്ഞില്ലേ? അതുകൊണ്ടാണ് നീ നല്ലവളായിരിക്കുന്നത്. നിന്റെ പേരും മേരി എന്നാണ്. നല്ലവളായിരുന്നു. മേരി എന്നു പേരുള്ള എല്ലാ സ്ത്രീകളും നല്ലവരാണ്. എന്നാൽ മാർത്തായ്ക്കും പൊർഫീറിയായ്ക്കും വിഷമം തോന്നാതിരിക്കാൻ അവൻ അങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കുന്നു. മറ്റു പേരുകളുള്ള അനവധി സ്ത്രീകളും നല്ലവരാണ്. നിന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? യൂക്കേറിയ. അവൾ വളരെയേറെ നല്ലവളായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ 2 വലിയ കണ്ണീർത്തുള്ളികൾ അവളുടെ കവിളിൽ കൂടെ ഒഴുകിയിറങ്ങി. അവൾ മരിച്ചുപോയത് കൊണ്ട് നീ കരയുകയാണോ? അവളുടെ കൈത്തണ്ട് തലോടിക്കൊണ്ടവൻ ചോദിക്കുന്നു. മേരി ധരിച്ചിരിക്കുന്ന ഇരുണ്ട നിറമുള്ള ഉടുപ്പ് മാർത്തയുടേതാണ്. അടിയിലത്തെ പടി അഴിച്ചിട്ടാണ് ഇറക്കം പാകമാക്കിയിരിക്കുന്നത്. മേരി അവളുടെ കൈകൾ കുരിശാകൃതിയിൽ മടിയിൽ വെച്ചാണ് ഇരിപ്പ്. അവൻ തുടർന്ന് പറയുന്നു, നീ കരയരുത്. നമ്മൾ ഒറ്റക്കല്ലെന്ന് നിനക്കറിയാം. നമ്മുടെ അമ്മമാർ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഈശോ അങ്ങനെയാണ് പറയുന്നത്. അവർ കാവൽ മാലാഖമാരെ പോലെയാണ്. ഈശോ അങ്ങനെയാ പറയുന്നത്. നമ്മൾ നല്ലവരാണെങ്കിൽ നമ്മുടെ മരണസമയത്ത് നമ്മുടെ അമ്മമാർ നമ്മുടെ അടുത്ത് വരും. നമ്മുടെ അമ്മയുടെ കൈകളിലായിരുന്നിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുക. ഇത് സത്യമാ കേട്ടോ. ഗുരു അങ്ങനെയാ പറഞ്ഞത്. മേരി മഗ്ദലന അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ പിഞ്ചുബാലനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നല്ലവളാകാൻ നീ പ്രാർത്ഥിക്കൂ. നീ ഇപ്പോഴേ നല്ലവളല്ലേ? നല്ലവർ മാത്രമേ ഈശോയുടെ കൂടെ പോകുകയുള്ളൂ. എന്നാൽ ഒരാൾ മുഴുവനും നല്ലതല്ലെങ്കിൽ ഈശോയുടെ ശിഷ്യനാകാനായി നല്ലതായി തീരും. കാരണം നമുക്കറിഞ്ഞുകൂടാത്തത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുകയില്ല. നമ്മൾ ആദ്യമേ ക്ഷമിക്കുന്നവരല്ലെങ്കിൽ ക്ഷമിക്കൂ എന്ന് പറയാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ അയൽക്കാരെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല. ഈശോയുടെ പ്രാർത്ഥന നിനക്കറിയാമോ? അറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞുകൂടാ. ഓ, നീ അവൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ചു സമയമേ ആയിട്ടുള്ളൂ. അതുവരെ സുന്ദരമായ പ്രാർത്ഥനയാ കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. എത്ര നല്ല പ്രാർത്ഥനയാണെന്ന് കേട്ടോളൂ. അവൻ ആ പ്രാർത്ഥന വളരെ ഭക്തിയോടെ സാവധാനത്തിൽ വികാരഭരിതനായി ചൊല്ലുന്നു. മേരി വിസ്മയത്തോടെ പറയുന്നു, നീ എത്ര നന്നായിട്ടാണ് ചൊല്ലിയത്. എൻ്റെ അമ്മ രാത്രിയിൽ ഈ പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചു. ഈശോയുടെ അമ്മ പകൽ ഈ പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചു. നിനക്കിഷ്ടമാണെങ്കിൽ നിന്നെ ആ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കാം. എൻ്റെ കൂടെ വരാൻ നിനക്കിഷ്ടമാണോ? ആടുകൾ കരയുന്നു. അവയ്ക്ക് വിശന്നിട്ടാണ്. അവയെ പുൽമേട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകുകയാ. അപ്പോൾ നീ വളരെ നല്ലവളായി തീരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ അവൻ പിടിക്കുന്നു. എന്നാൽ ഗുരു അതുദ്ദേശിക്കുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഒട്ടും വിഷമിക്കാതെ പൊയ്ക്കോ മേരി. നിനക്ക് കൂട്ടായി നിഷ്കളങ്കനായ ഒരു ബാലനുണ്ട്. മേരി ബാലൻ്റെ കൂടെ അകലേക്ക് പോകുന്നു. ആട്ടിൻകുട്ടികൾ 3 മുന്നിലുണ്ട്. ഈശോയും മറ്റുള്ളവരും അത് കാണുന്നുണ്ട്. പാവം മേരി, എൻ്റെ അനുജത്തി, മാർത്ത ദുഃഖത്തോടെ പറയുന്നു. അവളോട് സഹതപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കൊടുങ്കാറ്റിന് ശേഷം നിവർന്നു നിൽക്കാൻ ശ്രമിക്കുന്ന പുഷ്പമാണവൾ. അവളുടെ സ്വരം നീ കേൾക്കുന്നില്ലേ? അവൾ ചിരിക്കുകയാണ്. നിഷ്കളങ്കത എപ്പോഴും ആശ്വാസദായകമല്ലേ?